ഒരു യുവതി തൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ലേറ്റായിട്ട് ഇറങ്ങുകയാണ്. ആ പ്രദേശത്ത് ഒരേ ഒരു ടാക്സിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടാക്സിയുടെ അടുത്ത് അവൾ എത്തിയതും 3 കിറുക്കന്മാർ ചേർന്ന് അവളെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് ടാക്സിയിൽ കയറി പോകുന്നു. നിരാശയായി ടാക്സി തേടി അവൾ നടന്നു. അപ്പോഴാണ് അവളുടെ പുറകെ ഒരു വാൻ വന്നത്. വാനിലൊരു സുന്ദരനായ യുവാവ്. അവനെ കണ്ടാൽ അവനായിരിക്കും നമ്മുടെ ഹീറോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ സുന്ദരമായ ചിരിയോടുള്ള അവനായിരുന്നു നമ്മുടെ കഥയിലെ വില്ലൻ. അതെ, ഈ കഥയിലെ സീരിയൽ കില്ലർ. അവൻ അവളുടെ അടുത്തെത്തിയിട്ട് നല്ല ചിരിയോടുകൂടി ചോദിച്ചു, മാഡം, ഞാൻ വേണമെങ്കിൽ അടുത്ത ജംഗ്ഷനിലാക്കി തരാം. അവിടെ ടാക്സി കിട്ടും. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് അത്ര സേഫല്ല. പക്ഷേ അവൾ ഒരു അപരിചിതൻ്റെ വണ്ടിയിൽ കയറാൻ മാത്രം അത്ര മണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നോ താങ്ക്സ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് അവൻ്റെ ചിരി മാറി. അവൻ വണ്ടി നിർത്തുന്നു. അവൾ നടന്നു നീങ്ങുമ്പോൾ പുറകിൽ വാനിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ് മീ മാഡം, പ്ലീസ് ഹെൽപ്പ് മീ മാഡം. അത് കേട്ട് അവൾ ആ വണ്ടിയുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല, അവൾ ശരിക്കും ഒരു മണ്ടിയാണ്. ഞാനാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഒറ്റ ഓട്ടം ഓടും. പക്ഷേ അവൾ ആ വാനിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ മുഴുവൻ നോക്കിയിട്ടും ആരെയും കാണുന്നില്ല. അവൾക്ക് വല്ലാണ്ട് ഭയം തോന്നാൻ തുടങ്ങി. പേടിച്ചുകൊണ്ട് തന്നെ അവൾ വാനിലേക്ക് തലയിട്ട് നോക്കി. ഒരാൾ അവിടെ മരിച്ചു കിടക്കുകയാണ്. ആ ദൃശ്യം കണ്ട് അവൾ ഭയന്നു. അപ്പോഴാണ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വില്ലൻ കർട്ടൻ മാറ്റി അവളെ നോക്കി. ആ നോട്ടം ഒരു വല്ലാത്ത നോട്ടമാണ്, ഒരു തരം സൈക്കോ നോട്ടം. അവനെ കണ്ടതും അവൾ ഭയന്നോടാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് 2 പോലീസ് വന്നത്. ആ സൈക്കോ തന്നെ കൊന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. എന്തോ വലിയ കൊലപാതകം കണ്ട് ഷോക്കായ ഒരാളെ പോലെ അവൻ അഭിനയിക്കാൻ തുടങ്ങി. പോലീസുകാരൻ ഒരാൾ പോയി നോക്കുമ്പോൾ 2 ബോഡി അവിടെ കിടക്കുകയാണ്. അയാൾ വന്ന് ചോദിക്കുമ്പോൾ അവന് പറയാനേ കഴിയുന്നില്ല. ആ ദൃശ്യം കണ്ട് ഷോക്കിലാണവൻ. ഭയങ്കര അഭിനയം തന്നെ. ഞാൻ ഇതിലെ വരുമ്പോൾ അവരെ കുറേ വിദേശികൾ ചേർന്ന് ഉപദ്രവിച്ചിട്ട് പോകുന്നത് കണ്ടു എന്ന് അവൻ മൊഴി നൽകി. ആ 2 പോലീസുകാരും അവൻ്റെ അഭിനയത്തിൽ വീണു. ആ പോലീസുകാരൻ മാറുമ്പോൾ ഒരു സൈക്കോ ലുക്കിൽ പുക വലിച്ചുകൊണ്ട് അവൻ ചിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ നായികയെ കാണിക്കുകയാണ്. അവൾ ജന്മനാ ബെദിരയും മൂമയുമാണ്. അതായത് അവൾക്ക് സംസാരിക്കാനോ കേൾക്കാനോ ഉള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി അവൾ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുകയാണ്. അവളുടെ അമ്മയും അവളെ കണക്ക് തന്നെ ബെദിരയും മൂമയുമാണ്. അവർ 2 പേരുടെയും ആഗ്രഹം തായ്ലൻഡിൽ പോയി അടിച്ചു പൊളിക്കുക എന്നാണ്. അവളുടെ അമ്മ ഒരു തയ്യൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രാവശ്യം അമ്മയ്ക്ക് ബോണസ് ഉൾപ്പെടെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അവൾക്കും അത്യാവശ്യം ശമ്പളം കിട്ടിയിട്ടുണ്ട്. ആ പൈസ വെച്ച് അവർ ഈ മാസം തന്നെ പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ സിനിമയിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൂടി പരിചയപ്പെടാം. ഒരു ചേട്ടനും അനിയത്തിയും. അച്ഛനമ്മമാരില്ല. ചേട്ടൻ പോലീസാണ്. അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനിയത്തിക്ക് തൻ്റെ കാമുകൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകണം. പക്ഷേ തുണിക്ക് നീളം കുറഞ്ഞതുകൊണ്ട് അതിട്ടുകൊണ്ട് പോകാൻ ചേട്ടൻ സമ്മതിക്കുന്നില്ല. ചേട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇട്ടിരിക്കുന്ന സ്കേർട്ട് മാറ്റിയിട്ട് ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വരുന്നു. നീ എന്താടി കളിയാക്കുവാണോ? നിന്നോടല്ലേ ഇമാതിരി ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞത്? നിങ്ങൾക്കിടാമെങ്കിൽ പിന്നെന്താ എനിക്കിട്ടാൽ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. അതെ, 2 പേരും നീളം കുറഞ്ഞ് ഷോർട്ട്സ് ഇട്ടിരിക്കുകയാണ്. ഇനി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണെന്ന് മനസ്സിലാക്കിയ ചേട്ടൻ 18ാമത്തെ അടവെടുത്തു. നേരെ അച്ഛനമ്മമാരുടെ ഫോട്ടോയിൽ പോയിട്ട് സെൻറ്റി അടിക്കാൻ തുടങ്ങി. ആ സെൻറ്റിയിൽ അവൾ വീഴുകയും പോയി നല്ല നീളമുള്ള ഉടുപ്പിടുകയും ചെയ്തു. ഡേറ്റിംഗ് ഒക്കെ പോകുന്നത് കൊള്ളാം, പക്ഷേ 9 മണിക്ക് തന്നെ വീട്ടിലെത്തിയിരിക്കണമെന്ന് ചേട്ടൻ പറയുകയാണ്. അത് കേട്ട് അവൾ ശരി ചേട്ടാ എന്ന് നേരത്തെ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഇല്ല, ഞാൻ 10 മണിക്കേ വരൂ എന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ്. ഇവിടെ നായിക ജോലിയെല്ലാം കഴിഞ്ഞ് കാറിൽ അമ്മയെ വിളിക്കാൻ വേണ്ടി റോഡിനരികിൽ കാത്തിരിക്കുകയാണ്. അമ്മ ബോണസ് കിട്ടിയ പൈസയുമായി നടന്നു വരികയാണ്. കാറിനരികെ എത്താറായി. അപ്പോഴാണ് അവളുടെ കാർ എന്തോ പെട്ടെന്ന് അടുത്തു വരുന്നതായി സെൻസ് ചെയ്യുന്നത്. നായിക പുറകിലോട്ട് നോക്കിയപ്പോൾ ഒരു ബൈക്ക് സ്പീഡിൽ വരികയാണ്. അമ്മയോട് നിൽക്കമേ, ഇങ്ങോട്ട് വരരുത് എന്ന് ആംഗ്യ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്കത് മനസ്സിലാക്കുന്നില്ല. വണ്ടിക്കരികിൽ എത്തിയതും ആ ബൈക്ക് വന്ന് ഒറ്റയിടി. എന്നാൽ ഇടിച്ചില്ല, ഇടിച്ചു എന്ന മറ്റിൽ ഒറ്റ പോക്ക്. അമ്മ കാറിൽ കയറി അവർ 2 പേരും യാത്രയായി. ഇവിടെയാണെങ്കിൽ നമ്മുടെ പോലീസ് ചേട്ടൻ അനിയത്തിയോട് എവിടെയാ, വീട്ടിലെത്തിയോ എന്നൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ അത് കാണുകയോ റിപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. അയാൾക്ക് വളരെയധികം ടെൻഷനായി. വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അവൾ അവിടെ വന്നിട്ടില്ലെന്ന് മനസ്സിലാവുന്നു. നേരെ അവളെ തപ്പി ഇറങ്ങുകയാണ്. ഇവിടെ നമ്മുടെ നായിക കാർ പാർക്ക് ചെയ്തിട്ട് വരാം, അമ്മ വീട്ടിലേക്ക് നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ തന്നെ സൈക്കോ വേട്ടയ്ക്കായി വില്ലൻ കാത്തിരിക്കുമ്പോഴാണ് അവളുടെ അമ്മയെ കാണുന്നത്. എന്നാൽ അവരെ തന്നെ തീർത്ത് ആശ തീർക്കാമെന്ന് കരുതി അമ്മയുടെ പിറകെ ഒരു വേട്ട മൃഗത്തെ പോലെ അവൻ ഫോളോ ചെയ്തു തുടങ്ങി. കുത്താൻ വേണ്ടി കത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അനിയത്തിക്കുട്ടി അവിടെ ഓപ്പോസിറ്റ് വരുന്നു. അവൾ ചേട്ടൻ്റെ മെസ്സേജുകൾ കണ്ട് ചേട്ടാ ഞാനിപ്പോൾ വീട്ടിലെത്തുമെന്ന് വോയിസ് റിപ്ലൈ കൊടുക്കുകയാണ്.
രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇപ്പോൾ വില്ലൻ ആരെ കൊല്ലണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അവസാനം അനിയത്തിക്കുട്ടിയെ തന്നെ തീർക്കാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകുന്നു. അവളുടെ അടുത്തേക്ക് ഒരു വേട്ടമൃഗത്തെപ്പോലെ ഓടി വരുന്നത് കാണിച്ചിട്ട് അമ്മ തൻ്റെ മകളെ നോക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പുറകിൽ എന്തോ ഒരു രൂപം ഓടി വന്ന് പെട്ടെന്ന് അവരെ തട്ടുന്നു. ഫോൺ താഴെ വീഴുന്നു. അത് നമ്മുടെ പോലീസുകാരനായിരുന്നു. അവൻ ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്ത് സോറി മാഡം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ നായിക കാർ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഇനി അവർക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഒരു ചെറിയ ഇടുക്കുണ്ട്. ആ ഇടുക്ക് കൂടാതെ വില്ലൻ്റെ വാനും കഴിഞ്ഞ് വേണം അവർക്ക് എത്താൻ. പോകുന്ന വഴിയിൽ ആ ഇടയിൽ നിന്നും പെട്ടെന്ന് ഒരു ഹീൽസ് വന്ന് വീഴുകയാണ്. അവൾ ഞെട്ടി അകത്തേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. പക്ഷെ അകത്തു നിന്നും അനിയത്തിക്കുട്ടി എന്നെ രക്ഷിക്കണം എന്ന് അവളോട് പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് കേൾവിശക്തി ഇല്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും കുറെ കഴിഞ്ഞ് അവൾ ഇടുക്കിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വയറ്റിൽ കുത്തേറ്റ അവൾ നായികയുടെ അടുത്തേക്ക് വന്നു. അവൾ ആദ്യം പേടിച്ചു പോയി. എന്നെ രക്ഷിക്കണമെന്ന് യാചിക്കാൻ തുടങ്ങി. അവളുടെ ചുണ്ടുകളിൽ നിന്നും അവൾ അപകടത്തിലാണെന്ന് നായിക്ക് മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് തന്നെ വില്ലൻ വന്ന് നായികയെ അടിക്കുന്നു. ഒരു ചെറിയ കോടാലി പോലത്തെ കത്തി ഉപയോഗിച്ചുകൊണ്ട് അവളുടെ തലയ്ക്ക് നേരെ വീശുന്നു. തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെടുകയാണ്. അവളെ കൊല്ലാൻ വില്ലനും ആ വില്ലനിൽ നിന്ന് രക്ഷപ്പെടാൻ അവളും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവസാനം അവളെ കൊല്ലാൻ വേണ്ടി കത്തി വീശുമ്പോൾ അനിയത്തിക്കുട്ടി വന്ന് അവനെ തള്ളിയിടുന്നു. വില്ലൻ വീണത് കണ്ടതും നായിക എണീറ്റ് ഓടി നായികയുടെ പുറകെ വില്ലനും ഫോളോ ചെയ്ത് ഓടുകയാണ്. നായിക ഒരു പാർക്കിംഗ് ലോട്ടിൽ ഒളിക്കുന്നു. വില്ലൻ അവളെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴാണ് അവൾ ഇവിടെ ഒരു ഗേറ്റ് കണ്ട് അത് തുറക്കാൻ ശ്രമിക്കുന്നത്. ഗേറ്റ് തുറക്കുന്ന കിച്ച് കിച്ച് എന്ന ശബ്ദം അവൻ കേൾക്കുന്നു. അവൻ അവളെ കണ്ടു. അവളുടെ അടുത്ത് അവൻ എത്താറായതും പെട്ടെന്ന് തന്നെ അവൾ ഗേറ്റ് തുറന്ന് അപ്പുറത്തേക്ക് പോകുന്നു. നേരെ അവിടെ നിന്നും ഓടി തന്റെ കാറിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലുള്ള സിഗ്നൽ കത്താൻ തുടങ്ങി. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാറിൽ വില്ലൻ കത്തിയുമായി ഇരിപ്പുണ്ട്. ആ സമയത്ത് എവിടെയാ മോളെ, വരുന്നില്ലേ എന്ന് അവളുടെ അമ്മ അയച്ച മെസ്സേജ് വില്ലൻ കാണുന്നു. അവൻ അമ്മേനെ കൂടി കയറ്റാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അമ്മ കയറിയാൽ വില്ലൻ കൊല്ലുമെന്നറിയാം. എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷപ്പെടുത്തണം എന്ന് അവൾ വിചാരിച്ചുകൊണ്ട് ആ വണ്ടി സ്പീഡിൽ അങ്ങെടുത്തു. ഭിത്തിയിൽ ഇടിച്ചില്ല എന്ന രീതിയിൽ ഒറ്റ ബ്രേക്ക്. ആ ബ്രേക്കിൽ വില്ലൻ ഫ്രണ്ടിൽ വന്നു. അവൾ അവിടുന്ന് ഇറങ്ങിയോടി. അവളുടെ പുറകെ വില്ലനും ഓടി. ആടിന്റെ പുറകെ പുലി ഓടുന്നത് പോലെ അവൻ അവളുടെ പുറകെ ഓടുകയാണ്. അവളെ പിടിച്ചില്ല എന്നൊരു സന്ദർഭം വരുമ്പോൾ നേരത്തെ അവിടെ കിടന്ന ഹീൽ ചവിട്ടി അവൻ വീഴുകയാണ്. അവൾ നേരെ ജീവനും കൊണ്ടോടി. അമ്മയുടെ അടുത്ത് ചെന്ന് പോസ്റ്റുള്ള എമർജൻസി സ്വിച്ച് അമർത്തുകയാണ്. പെട്ടെന്ന് കുറച്ച് ലൈറ്റ് അവരുടെ ഭാഗങ്ങളിൽ ഓണാവുകയും അവിടെ മുഴുവൻ അലാറം അടിക്കുകയും ചെയ്യുന്നു. പോലീസ് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് വില്ലൻ വാനിൽ കയറി കത്തി തപ്പുന്നു. ആ അനിയത്തിക്കുട്ടിയെ വാനിലിട്ടതിന് ശേഷം വേഷം മാറുന്നു. കോട്ടും സൂട്ടും ഇട്ട് പെർഫെക്റ്റ് ജെന്റിൽമാൻ്റെ ലുക്കിൽ അവരുടെ അടുത്തേക്ക്. എൻ്റെ അനിയത്തിയെ കണ്ടോ, അവൾ ഇവിടെ ഉണ്ടെന്ന് മെസ്സേജ് അയച്ചു, പക്ഷേ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഇനി ഇയാളുടെ അനിയത്തിയായിരിക്കുമോ കുത്തുകൊണ്ട് കിടക്കുന്നതെന്ന് വിചാരിച്ച് അവൾ ഫോണിൽ നിങ്ങളുടെ അനിയത്തിയുടെ ഡ്രസ്സ് ഇതാണോ എന്ന് എഴുതി ചോദിക്കുന്നു. ഫോട്ടോ കണ്ട് അയാളുടെ അനിയത്തിയാണ് കുത്തുകൊണ്ട് കിടക്കുന്നതെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും എമർജൻസിയായി തൻ്റെ അനിയത്തിയെ കാണിച്ചു തരണമെന്ന് അവൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു. അമ്മ വേണ്ട, നീ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ അവൾ മരിക്കും, അവളുടെ ചോര ഒരുപാട് വാർന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അയാളുടെ ഒപ്പം അവൾ കിടന്ന സ്ഥലം കാണിക്കാൻ പോകുന്നു. ഇപ്പോഴാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തട്ടാനുള്ള ചാൻസ് അവന് കിട്ടിയിരിക്കുന്നു. അവർ പോകുമ്പോൾ ആ ചാൻസ് മുതലെടുക്കാൻ അവൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ഭാഗ്യവും ഇവൻ്റെ നിർഭാഗ്യവും എന്ന് പറയട്ടെ പോലീസ് അവിടെ വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോലീസിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ സീനാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ നായിക നടന്നതെല്ലാം പറയുകയാണ്. അതെല്ലാം ആ പോലീസുകാരൻ ഒരു കംപ്ലൈൻ്റ് ആയി എഴുതി മേടിക്കുന്നുണ്ട്. കൂടാതെ അവളുടെ അഡ്രസ്സും എഴുതുന്നുണ്ട്. അവളോട് അയാളുടെ ഫിസിക്കൽ ലുക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പകരം വില്ലൻ കൈ പൊക്കിയിട്ട് ഒരു 160 സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ പോലീസുകാരൻ, സാർ, ഞാൻ നിങ്ങളോടല്ലല്ലോ ചോദിച്ചത്, നിങ്ങളോട് ഞാൻ ചോദിക്കാം, അപ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. വില്ലനാകെ ടെൻസ്ഡായി. എങ്ങനെയെങ്കിലും ആ ചോദ്യം ചെയ്യൽ മുടക്കണം, ഇല്ലെങ്കിൽ വില്ലന്റെ നേരെ വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തിരുന്ന് മദ്യപിച്ച് ലഹരിയിലായ ഒരു ക്രിമിനലിനെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അയാളാണെങ്കിൽ ദേഷ്യം കൊണ്ട് ഇവനെ തല്ലാൻ വരുന്നു. പോലീസുകാരൻ ഇവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയാണ്. പക്ഷെ ആ മദ്യപാനി ഇവനെ വല്ലാതെ തെറി പറയാൻ തുടങ്ങി. പോലീസ് അയാളെ പിടിച്ചു പുറത്തു കൊണ്ടുപോയി. ചോദ്യം ചെയ്യൽ വീണ്ടും തുടങ്ങി. അതിനിടയിൽ വില്ലൻ ആ റിപ്പോർട്ട് പോയി വായിക്കുകയാണ്. അമ്മ ആംഗ്യ ഭാഷയിൽ അവളോട്, നിനക്ക് ഇയാളെ കണ്ടിട്ട് സ്ട്രേഞ്ചായി തോന്നുന്നില്ലേ? ഇപ്പോൾ നേരത്തെ പോലെ അയാൾക്ക് അനിയത്തിയെക്കുറിച്ച് വേവലാതിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നായിക, അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, അയാൾ ചിലപ്പോൾ ആ ഷോക്കിലായിരിക്കാം. ഇവർ തമ്മിലുള്ള സംസാരം വില്ലൻ കാണുന്നു. അമ്മയുടെ അടുത്ത് ചെന്ന് ബാഗ് തുറക്കുന്നു. അതിൽ കുറെ കത്തികൾ നമുക്ക് കാണാം.
അവൻ അമ്മയോട് നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് ഒരു സൈക്കോ രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ പോലീസുകാരൻ ചേട്ടൻ അവിടെ വരുന്നത്. അവിടെ വന്ന് തൻ്റെ അനിയത്തിയെ കാണുന്നില്ല എന്ന കാര്യം അവരോടൊക്കെ പറയുകയാണ്. അത് കേട്ടതും ഒരു പോലീസുകാരൻ, സാർ അവർ ഒരു ലേഡിയുടെ കാര്യം പറയുന്നുണ്ട്, സാറിൻ്റെ അനിയത്തിയാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാമോ? കൂടാതെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിക്കാൻ പറയുന്നു. അവൻ ആദ്യം തന്നെ വില്ലനെ കൊണ്ട് കാണിക്കുന്നു. വില്ലൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അടുത്തത് അമ്മയെ കാണിക്കുമ്പോൾ അമ്മ പറയുന്നതിന് മുമ്പ് തന്നെ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു. ആ സമയം വീണ്ടും നേരത്തെ കുടിയൻ വന്ന് വില്ലനെ കലിപ്പിക്കാൻ തുടങ്ങി. ആ പോലീസുകാർ വന്ന് അയാളെ വലിച്ചുകൊണ്ട് പോയി. നായിക ഫോട്ടോ കാണിക്കുമ്പോൾ, അതെ ഇവളെയാണ് ഞാൻ കണ്ടത്, ഇവൾ അവിടെ കുത്തുകൊണ്ട് കിടക്കുകയാണ്, ഒരു സൈക്കോ കില്ലറാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും വില്ലൻ ഒരു കത്തിയുമായി വന്നു അവന് നേരെ വീശി. അവൻ അത് കണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. നിനക്കെന്താടാ, വട്ടാണോ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ, അതേടാ എനിക്ക് വട്ടാണ്, ഞാനാണ് നിന്റെ അനിയത്തെ കുത്തിയതെന്ന് പറയുമ്പോഴേക്കും, നീ കളിച്ചത് മോനെ വേറെ ആളോടായിപ്പോയി എന്നും പറഞ്ഞ് അവനെ എടുത്ത് ഇടിച്ച് അലക്കി. അയാൾ അവനെ ഇടിച്ചു കലക്കി താഴെയിട്ട് കത്തി തൊണ്ടയിൽ വെച്ചിട്ട്, എവിടെയാടാ എൻ്റെ അനിയത്തി, പറഞ്ഞില്ലെങ്കിൽ നിന്നെ കാച്ചിക്കളയുമെന്ന് പറയാൻ തുടങ്ങി. ആ സമയം 2 പോലീസുകാർ വന്ന് പോലീസ് വന്നപ്പോൾ വില്ലൻ്റെ ഭാവം മാറി. അവൻ നല്ലവനെ പോലെ അഭിനയിച്ചു. സാർ ഇയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നു, അനിയത്തി എവിടെയെന്ന് ചോദിച്ചു ചുമ്മാ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഇവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങി. ആ 2 പോലീസുകാരും കൺഫ്യൂസ്ഡായി. ഇവനാണ് അനിയത്തിയെ ഉപദ്രവിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവർക്ക് വില്ലൻ്റെ ഭാഗം കൂടുതൽ കൺവിൻസ്ഡായി തോന്നുകയും അവർ അവൻ്റെ നേരെ ഇലക്ട്രിക് ഷോക്ക് വിടുകയും ചെയ്തു. അവൻ കുറച്ചുനേരം അനങ്ങാൻ കഴിയാതെ ബോധം കെട്ടു. ഇവർ തമ്മിലുള്ള ഫൈറ്റിനിടയിൽ അമ്മയും മോളും പേടിച്ച് പുറത്തേക്ക് പോയി. അവർ പോലീസിനോട് നടന്നതെല്ലാം പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് വില്ലൻ പോലീസ് സ്റ്റേഷന് പുറത്ത് പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പോലീസുകാരും ചേർന്ന് അയാളോട് സോറി പറഞ്ഞ് അയാളെ വിട്ടേക്കുന്നു. എന്തു മണ്ടം പോലീസുകാരനല്ലേ. വില്ലൻ പോകുന്നതിന് മുമ്പ് അവളെ ഒരു സൈക്കോ രീതിയിൽ ചിരിച്ചുകൊണ്ട് നിന്നെ തീർക്കും എന്ന മട്ടിൽ പോവുകയാണ്. അവന് ബോധം വന്നതും ആ 2 പോലീസുകാർക്കും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് 2 മണ്ടന്മാർക്കും എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്ന് മനസ്സിലായത്. ഇവർ 2 പേരെയും കൊണ്ട് അവൻ ആ അനിയത്തി കിടന്ന സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ അവരെ കൊണ്ടാക്കിയിട്ട് അനിയത്തിയെ തപ്പി അവൻ യാത്രയായി. പോകുന്നതിന് മുമ്പ് അവൻ്റെ നമ്പർ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്ത് അത്യാവശ്യം വന്നാലും നിങ്ങൾ എന്നെ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. വീടിനകം മുഴുവൻ വളരെ സെറ്റപ്പാണ്. ഫുൾ സെൻസർ. എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലൈറ്റ് കത്തും. അവൾ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ലൈറ്റും കത്തുകയാണ്. അവൾ നോക്കുമ്പോൾ പുറത്താരോ വാതിൽ തല്ലി പൊളിക്കുകയാണ്. വാതിൽ ടക്ക് 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 എന്ന് ആരോ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഭയന്ന് പതിയെ തുറന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ അയൽവാസിയായിരുന്നു അത്. അവർ അവരുടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതെടുത്തുകൊണ്ട് പോകാൻ വന്നതാണ്. ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അമ്മയും അവരോടൊപ്പം പോകുന്നു. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് അവൾ ഒറ്റയ്ക്കാണ്. ആ വില്ലൻ വാതിലിലെത്തി ലോക്ക് പൊളിച്ച് അകത്ത് കയറുന്നു. ലോക്ക് പൊളിക്കുന്ന ശബ്ദത്തിൽ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിലും അവളത് ശ്രദ്ധിക്കുന്നില്ല. അവൻ ഓരോ ലൈറ്റുകളും ഓഫാക്കാൻ തുടങ്ങി. നായികയാണെങ്കിൽ പോലീസുകാരനോട് സോറി പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. അവൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടുപുറകിൽ തന്നെ അവൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ അവിടെ നിന്ന് എണീറ്റ് പുറകെ പോയിട്ട് ഒരു വലിയ കോടാലി എടുത്ത് അവളെ വെട്ടാൻ വേണ്ടി നടന്നു വരികയാണ്. അപ്പോഴാണ് തൻ്റെ അടുത്തുള്ള ഒരു ടോയ് ശബ്ദമുണ്ടാക്കിയിട്ട് ലൈറ്റ് കത്താത്ത അവൾ ശ്രദ്ധിക്കുന്നത്. നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ വില്ലനെ കണ്ടു. വില്ലൻ അവിടെ കോടാലി കൊണ്ട് തലയ്ക്ക് ഒറ്റ വെട്ട്. തലനാഴിലേക്ക് അവൾ വീണ്ടും രക്ഷപ്പെട്ടു. വീണ്ടും അവളെ കൊല്ലാൻ അവൻ നോക്കുന്നു. അവനിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പരമാവധി അവൾ ശ്രമിക്കുന്നുണ്ട്. അവനെ തള്ളി മാറ്റി ഒരു റൂമിൽ പോയി വാതിലടയ്ക്കുന്നു. അവന് കയറാൻ കഴിയാത്ത വിധത്തിൽ മേശ അതിലേക്ക് തള്ളി കയറ്റി വെക്കുന്നു. വാതിൽ തുറക്കടിയെന്ന് പറഞ്ഞ് വില്ലൻ തെറി വിളിക്കാൻ തുടങ്ങി. പക്ഷേ ചെവി കേൾക്കാത്ത അവൾ അത് കേൾക്കുന്നില്ലെന്ന് ഈ മണ്ടൻ അറിയുന്നില്ലല്ലോ. അവൾ ഫോൺ എടുത്ത് പോലീസ് ചേട്ടന് മെസ്സേജ് കണ്ട പതി ചേട്ടൻ അവനെയും തേടി അവളുടെ വീട്ടിലേക്ക് ഒറ്റ ഓട്ടം. അവൾ അമ്മയ്ക്കും മെസ്സേജ് അയക്കുന്നുണ്ട്, അമ്മ ഇവിടെ വരരുത്, ആ സൈക്കോ ഇവിടെയുണ്ട്. ഉടൻ തന്നെ അമ്മയുടെ റിപ്ലൈ വന്നു, ഇതെന്താ മോളെ വാതിൽ തുറന്നു കിടക്കുന്നത്, നീ എന്താ മുറിക്കകത്ത് ചെയ്യുന്നത്, വാതിൽ തുറക്ക്. ആ മെസ്സേജ് കണ്ടതും സൈക്കോ പോയി കാണുമെന്ന് വിചാരിച്ച് അവൾ അലമാര മാറ്റി വാതിൽ തുറക്കാൻ പോകുന്നു. വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു, വാതിൽ തുറക്കൂ മോളെ, വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. അപ്പോഴാണ് അവൾക്ക് കത്തുന്നത്. അമ്മ ഫോൺ മറന്നു വെച്ചു. വില്ലനാണ് ഈ മെസ്സേജുകളെല്ലാം അവൾക്ക് അയച്ചത്. വില്ലൻ വാതിൽ കുറച്ചു തുറന്നു, പക്ഷേ പൂർണ്ണമായിട്ടും തുറക്കാൻ അവന് കഴിഞ്ഞില്ല. അവൾ വാതിലടച്ചു. ഇവിടെയാണെങ്കിൽ അവൻ അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള കോടാലി ഉപയോഗിച്ചുകൊണ്ട് വില്ലൻ വാതിൽ തള്ളിപ്പൊളിച്ചു. അകത്ത് കയറിയതും അവൾ ജനൽ വഴി ചാടി. പക്ഷേ അവൻ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവൻ അവളെ മേലോട്ട് വലിക്കാൻ നോക്കി, പക്ഷേ അവൾ അവനെ താഴോട്ട് വലിക്കാൻ തുടങ്ങി. രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ വില്ലൻ അവളെ വിട്ടു. അവൾ താഴെ വീണു. വലിയ പരിക്കുകളില്ലാതെ അവൾ രക്ഷപ്പെട്ടു. വില്ലൻ കോടാലി കൊണ്ട് അവളുടെ തലയ്ക്കെതിരെ ഒറ്റയേറ്. അതിൽ നിന്നും അവൾ ഓടി രക്ഷപ്പെട്ടു. അവിടെ നിന്നും ഓടി. വില്ലനും അവളുടെ പുറകെ ഓടി.
അവളുടെ പുറകെ വില്ലൻ ഓടുന്നത് അവൻ കണ്ടു. അമ്മ വന്നു നോക്കുമ്പോൾ വീട്ടിൽ അവളെ കാണുന്നില്ല. അവൾ അപകടത്തിലാണെന്ന് മനസ്സിലായ അമ്മയും അവരുടെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ 4 പേരും ഓടാൻ തുടങ്ങി. അവളുടെ പുറകെ വില്ലനോടുന്നു, വില്ലൻ്റെ പുറകെ ചേട്ടനോടുന്നു. അങ്ങനെ ഓടി ഓടി അവർ ഒരു ഡെഡ് എൻഡിലെത്തുന്നു. ഇനി നീ എവിടെ ഓടും മോളെ? നിന്റെ കഥ ഇതോടെ തീർത്തു. ഞാൻ മുറിവേൽപ്പിച്ചവളെ നീ രക്ഷിക്കാൻ നോക്കി. എൻ്റെ ഈഗോയെ നീ ഹേർട്ട് ചെയ്തു. നിന്നെ കൊല്ലുകയല്ലാതെ വേറെ എന്ത് ചെയ്യും? കൊല്ലാൻ വേണ്ടി ഒരു സൈക്കോ ചിരിയിൽ വരുമ്പോൾ നമ്മുടെ ചേട്ടൻ വന്നു. ചേട്ടനെ കണ്ടതും അവൻ പേടിച്ചു. നിന്റെ കയ്യിൽ നിന്നും ഇടികൊണ്ട് ചാകാൻ ഞാനില്ലെന്ന് പറഞ്ഞു. കത്തിയെടുത്ത് തൊണ്ടയിൽ വെച്ചു. നീ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഇപ്പോൾ ഈ കഴുത്തറുത്ത് ചാകും. പിന്നെ നിന്റെ അനിയത്തിയെ നിനക്ക് കിട്ടത്തുമില്ല. അവൾ ചോര വാർന്ന് ചാവുകയും ചെയ്യും. അവനൊരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചതും വില്ലൻ ചെറുതായിട്ട് കത്തി തൊണ്ടയിലിറക്കി ചോര വരാൻ തുടങ്ങി. ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ആകെ ഭയന്നിരിക്കുകയാണ്. നിനക്ക് നിന്റെ അനിയത്തിയെ വേണോ അതോ ഇവളെ വേണോ? നിനക്ക് നീ തീരുമാനിക്കുന്ന ഇവളെയാണെങ്കിൽ അതോടുകൂടി നിന്റെ അനിയത്തി എവിടെയെന്ന് നീ അറിയാതെയാവും. അവൾ ചോര വാർന്ന് മരിക്കും. ഇനി നിനക്ക് നിന്റെ അനിയത്തിയാണ് വേണ്ടതെങ്കിൽ ഞാൻ അവളുടെ ലൊക്കേഷൻ അയക്കാം. നിനക്കിപ്പോൾ ഇവളെ ഇട്ടിട്ട് അവളുടെ അടുത്തേക്ക് പോകാം. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ നല്ലവനാണ്. പക്ഷേ എല്ലാവർക്കും സ്വന്തം കുടുംബം അല്ലെങ്കിൽ സ്വന്തം ചോര എന്ന് പറയുമ്പോൾ വലുതാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ആ സിറ്റുവേഷൻ തൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. വില്ലൻ ഫോണിലേക്ക് ലൊക്കേഷൻ അയച്ചു. ആ ലൊക്കേഷനിലേക്ക് അവൻ ഓടി. തന്നെ രക്ഷിക്കേണ്ട ആൾ തന്നെ ഇട്ടിട്ട് പോയി എന്നറിഞ്ഞ നായിക വളരെ നിരാശയിലായി. വില്ലൻ അവളെ ഇടിച്ചു താഴെയിട്ടു. കസേരയെടുത്ത് അവളുടെ മുകളിൽ വെച്ചിട്ട്, നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ? എന്തിനാണ് നീ അവളെ രക്ഷിക്കാൻ നോക്കിയത്? അതുകൊണ്ടല്ലേ നിനക്ക് ഈ ഗതി വന്നത്? ആ സമയത്ത് നമ്മുടെ ചേട്ടൻ വില്ലൻ പറഞ്ഞ ലൊക്കേഷനിലെത്തിയിട്ട് വീണ്ടും ഫോൺ വിളിച്ചു. എവിടാടാ എൻ്റെ അനിയത്തി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എടാ മണ്ട, നിന്റെ അനിയത്തി ഇരിക്കുന്ന സ്ഥലം ഞാൻ പറയത്തില്ല. നീ അവളെ തേടി അവിടെ കലഞ്ഞു നടക്ക്. ഞാനിപ്പോൾ ഇവളെ തീർത്ത് ഇവിടെ നിന്ന് പോകും. അത് കേട്ടതും വളരെ വലിയ മണ്ടത്തരമാണ് താൻ കാണിച്ചതെന്ന് അവന് മനസ്സിലായി. ആ സമയത്ത് വീട്ടിൽ അമ്മ വരികയാണ്. അമ്മയെ കണ്ടതും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. മകളെ ഓർത്ത് വളരെ വിഷമത്തിലായിരുന്നു അവർ. ആ പോലീസിനോടൊപ്പം അവളെ തേടി യാത്രയായി. ഇവിടെയാണെങ്കിൽ ആ വില്ലൻ കത്തിയും എടുത്ത് അവളെ കുത്താൻ ശ്രമിക്കുമ്പോൾ അവൾ വീണ്ടും രക്ഷപ്പെടുകയാണ്. മണ്ണുവാരി കണ്ണിലിട്ടിട്ട് ഒറ്റ ഓട്ടം. വില്ലൻ ആ മണ്ണെല്ലാം തുടച്ചു മാറ്റിയിട്ട് അവളുടെ പുറകെ ഓടി. നായിക ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാനിൽ നിന്നും നമ്മുടെ അനിയത്തിക്കുട്ടി താഴേക്ക് വീഴുകയാണ്. കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, അവർ രണ്ടും വീണ്ടും കണ്ടുമുട്ടി. പ്ലീസ് ഹെൽപ്പ്, അനിയത്തിക്കുട്ടി പറഞ്ഞു. ആ സമയത്ത് വില്ലൻ അതിലെ ഓടിപ്പോവുകയാണ്. അത് കണ്ടതും നായിക അവളെ വിളിച്ചു വീണ്ടും ഒരു ഇടുക്കിലേക്ക് പോയി. ഫോൺ കൊടുത്തിട്ട്, എനിക്ക് വിളിക്കാൻ കഴിയില്ല, നീ പോലീസിനെ വിളിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അനിയത്തി ഒന്നും മിണ്ടുന്നില്ല. കാരണം വില്ലൻ അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. വില്ലൻ വാനിൽ നോക്കുമ്പോൾ അനിയത്തിയെ കാണുന്നില്ല. പക്ഷേ അവളുടെ ചോര അവിടെ കാണുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്ത് ആ സ്ഥലത്തേക്ക് നീങ്ങുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ നായിക ഫോൺ കൊടുത്തിട്ട്, നിന്റെ ചേട്ടനെ നീ വിളിക്കണം, നിന്നെ തേടി നടക്കുകയാണ്, ഞാൻ ഇവിടെ അവൻ്റെ ഡയറക്ഷൻ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കത്തി മേടിച്ച് ഓടാൻ തുടങ്ങി. വില്ലനും അവളുടെ പുറകെ ഓടി. അനിയത്തിയുടെ അടുത്ത് ചേട്ടൻ വരികയാണ്. അങ്ങനെ അവളെ രക്ഷിച്ച് ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് അമ്മ, എൻ്റെ മോൾ എവിടെയെന്ന് വളരെ വിഷമത്തോട് കരഞ്ഞു ചോദിക്കുകയാണ്. ചേട്ടാ, അവളാണ് എന്നെ രക്ഷിച്ചത്. ആ ക്രൂരൻ അവളുടെ പുറകെ ഉണ്ട്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അമ്മ വിഷമിക്കേണ്ട, ഞാൻ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അമ്മ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് അവൾ പോയ ഡയറക്ഷനിൽ ഓടി. പുറകെ അവളുടെ അമ്മയും നീങ്ങി. നായിക കുറെ ആൾക്കൂട്ടത്തിൽ നടുവിൽ എത്തിയിട്ട് കത്തി കാണിച്ചിട്ട്, എന്നെ രക്ഷിക്കണം, ഇയാൾ എന്നെ കൊല്ലാൻ വരികയാണ് എന്നൊക്കെ ആംഗ്യഭാഷയിൽ പറയുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും അവളുടെ ഭാഷ മനസ്സിലാവുന്നില്ല. അവരെല്ലാവരും ഒരു ഭ്രാന്തിയെ നോക്കുന്നത് പോലെ അവളെ നോക്കുകയാണ്. വില്ലൻ അടുത്ത് വരുന്ന കണ്ട് അവൾ അവിടുന്ന് ഓടി. ഒരാൾ പോലീസിനെ വിളിക്കാൻ പോയതും വില്ലൻ ആ ഫോൺ തട്ടിമാറ്റി. എന്നിട്ട് പറഞ്ഞു, അവൾ എൻ്റെ അനിയത്തിയാണ്, അവൾക്ക് ചെറിയ ഭ്രാന്തുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, പോലീസിനെ ഒന്നും വിളിക്കേണ്ട. അപ്പോഴാണ് അനിയത്തിക്ക് ഭ്രാന്തുണ്ടെങ്കിൽ വീട്ടിൽ അടച്ചു വെക്കണം, ഇങ്ങനെ നാട്ടുകാരെ ഉപദ്രവിക്കാൻ വിടില്ലെന്ന് അയാൾ പറയുന്നത്. അയാൾ നോക്കി കലിപ്പിച്ചിട്ട് വില്ലൻ അവളുടെ പുറകെ ഓടി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 2 പട്ടാളക്കാരാണെന്ന് തോന്നുന്നു. അവർ അവളെ പിടിച്ചു കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കലിടുന്നു. എന്നിട്ട് കത്തി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, അനിയത്തിയെ സൂക്ഷിക്കണം, ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. നായികയ്ക്ക് മനസ്സിലായി, ഇനി ഒരു രക്ഷയുമില്ല, ആരും നമ്മളെ വിശ്വസിക്കില്ല. അവസാന മാർഗമായി അവൾ അവൻ്റെ അടുത്ത് കെഞ്ചി അപേക്ഷിച്ചു, എന്നെ കൊല്ലരുത്, എനിക്കൊരു അമ്മയേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 പേർക്കും ഇനിയും ജീവിക്കണം, ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കാണണം, ഒരു കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം. അവൾ വളരെ ഫീലിങ്സോട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കേട്ടാൽ ആരും ഒന്ന് അലിഞ്ഞു പോവും. അവളെ അവൻ ഒരു ഇടുക്കിലേക്ക് വീണ്ടും കൊണ്ടുപോയി. അവളുടെ വിഷമം അവന് മനസ്സിലായതുപോലെ ചെറിയ രീതിയിൽ അഭിനയിച്ചിട്ട്, നീ എന്ത് കരുതി? നീ പറഞ്ഞ എല്ലാം കേട്ടിട്ട് ഞാൻ നിന്നെ വെറുതെ വിടുമെന്നോ? നിനക്ക് തെറ്റി, ഈ ഐറ്റം വേറെയാ മോളെ. വീണ്ടും അവളെ കൊല്ലാൻ വരുമ്പോൾ അവൾ വീണ്ടും രക്ഷപ്പെടുന്നു. അതായത് നമ്മുടെ ചേട്ടൻ അവിടെ വന്ന് അവനെ അടിച്ചിട്ടു. നല്ല ഒരു ഇടിക്ക് ശേഷം അവനെ അടിച്ച് താഴെയിട്ടു. എന്നിട്ട് അവളോട് നേരത്തെ ചെയ്തതിന് സോറി പറയുന്നു. അനിയത്തെക്കുറിച്ച് അവൾ ചോദിക്കുമ്പോൾ, അവളെ ഞാൻ രക്ഷപ്പെടുത്തി, പേടിക്കണ്ട. അമ്മ എന്ത് ചെയ്യുന്ന അവൾ ചോദിച്ചു.
അമ്മ പുറകെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണ് പുറകെ വരണ്ടെന്ന്, പക്ഷെ കേട്ടില്ല. ആ സമയം വില്ലൻ വീണ്ടും എണീറ്റ് വന്ന് ഒരു ജനാല കൊണ്ട് അവൻ്റെ തലക്കിടിച്ചു താഴെ വീഴ്ത്തി. ഒരു കനമുള്ള വസ്തു കൊണ്ട് അവൻ്റെ കാലിൽ അടിച്ചു. ആ സമയം അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവനെ ഭീഷണിപ്പെടുത്തി. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന മട്ടിൽ. പക്ഷേ വില്ലൻ അത് കണ്ടിട്ട് ഒരു കൂസലുമില്ല. അവൻ പറഞ്ഞു, നിന്നെ കൊണ്ട് ഈ പേന കത്തി കൊണ്ട് എന്നെ കൊല്ലാനൊന്നും പറ്റില്ല. ആ സമയം നമ്മുടെ ചേട്ടൻ എണീറ്റ് വന്നു. വില്ലനാണെങ്കിൽ ആകെ കലിപ്പായി. നിന്നെ കൊല്ലാൻ പറ്റിയില്ലെങ്കിലും നിന്റെ അമ്മയെ ഞാനിപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞ് അമ്മയുടെ പുറകെ അവൻ ഓടി. നായികയും അവൻ്റെ പുറകെ ഓടി. നമ്മുടെ ചേട്ടനും പുറകെ ഓടുന്നുണ്ട്. പക്ഷേ അടികൊണ്ട് കാലിൽ ചെറിയ മുടന്നുണ്ട്. അതുകൊണ്ട് പതിയെയാണ് ഓടുന്നത്. വില്ലൻ അമ്മയുടെ അടുത്തെത്തി. അമ്മ കൈകൂപ്പി എൻ്റെ മകൾ എവിടെയാണെന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവളെ ഞാൻ കാണിച്ചു തരാം, ദാ ആ ഇടുക്കിലുണ്ട്. പക്ഷെ അമ്മ അവനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവൻ വീണ്ടും മകൾ കുത്തുകൊണ്ട് കിടക്കുകയാണ്, ആ ഇടയിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ പോയി രക്ഷിച്ചോളൂ. അമ്മ ആ ഇടുക്കിലേക്ക് നീങ്ങിയതും വില്ലൻ അവരെ ഫോളോ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ നായിക ജെറ്റ് സ്പീഡിൽ ഓടി വരുന്നത്. ഓടി വന്ന് വില്ലനെ ആ കത്തി കൊണ്ട് ഒറ്റ കുത്ത്. ഷോക്കാവുന്നതിന് പകരം വില്ലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഈ പേന കത്തി കൊണ്ട് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നീ ആ കത്തി പിടിച്ചത് തിരിച്ചടി മണ്ടി. നോക്കുമ്പോൾ അവളുടെ വയറ്റിൽ നിന്ന് ചോര വരികയാണ്. പക്ഷേ അവിടെയായിരുന്നു ട്വിസ്റ്റ്. കത്തി വില്ലൻ്റെ കയ്യിലാണ്. കാണുന്നവരെല്ലാം അവൻ അവളെ കുത്തി എന്ന മട്ടിൽ നോക്കാൻ തുടങ്ങി. ഇല്ല, ഞാനല്ല, അവൾ തന്നെയാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവിടേക്ക് പോലീസ് വരികയാണ്. അവൻ സ്വയം ചിന്തിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവനെ പോലീസുകാരുടെ കൈകൊണ്ട് എങ്ങനെയെങ്കിലും കൊല്ലിക്കുക എന്നതായിരുന്നു നായികയുടെ ചിന്ത മുഴുവൻ. ആ സമയത്ത് അവനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി അവൾ അവനെ നോക്കി അഹങ്കാരത്തിൽ ചിരിക്കുന്നു. ആ ചിരി കണ്ട് ദേഷ്യം വന്ന അവൻ, നീ എന്നെ നോക്കി കളിയാക്കുന്നോടി, ഞാൻ ആരാണെന്ന് അറിയാവോടി എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയതും പോലീസുകാരൻ കാലിൽ വെടിവെച്ചു. വെടി കൊണ്ടിട്ടും അവൻ എണീറ്റു. ആ സമയം അവനെ ഒന്നുകൂടി പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി കൈകൊണ്ട് ഒരു അത്ഭുതാംഗ്യം കാണിച്ചു. അതുകണ്ട് ഒന്നുകൂടി പ്രകോപിതനായ അവളുടെ നേരെ വന്ന വില്ലനെ വീണ്ടും വെടിവെച്ചു. അത്രയ്ക്കും വെടികൊണ്ടിട്ടും അവൻ അവിടുന്ന് എണീറ്റ് നിൽക്കുകയാണ്. വീണ്ടും അവളുടെ അടുത്തേക്ക് കത്തി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ചേട്ടൻ വന്ന് അവനെ ഇടിച്ചു താഴെയിട്ടു. എണീറ്റ് കത്തിയുള്ള കയ്യിൽ ചവിട്ടി നായികയെ നോക്കി ചോര പറന്ന് വില്ലൻ അവിടെ മരിക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ തീർന്നു. അടുത്ത സീൻ ഇവർ 4 പേരും തായ്ലൻഡിൽ ഹോളിഡേ ആഘോഷിക്കുന്നു. സന്തോഷത്തിലുള്ള 4 പേരുടെ ഫോട്ടോയും കാണിച്ച് കഥ ഇവിടെ തീരുകയാണ്. താങ്ക് യു സുഹൃത്തുക്കളെ.